ശ്രീമന്നാരായണീയം ദശകം 20 ഋഷഭയോഗീശ്വര ചരിതം ശ്ലോകം 6. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ജിതേന്ദ്രദത്താം കമനീം ജയന്തീം അദോദ്വഹന്നാത്മരദാശയോപി അജീജനസ്തത്ര ശതം തനൂജാൻ യേഷാം ക്ഷിതീശോ ഭരതോഗ്രജന്മാ. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാന്റെ അംശാവതാരമായ ആ ഋഷഭന്റെ രാജ്യഭരണം കണ്ടിട്ട് ഇന്ദ്രന് വളരെയധികം അസൂയയുണ്ടായി. ആ രാജ്യത്ത് മഴ പെയ്യിക്കാതെയിരുന്നു. ഋഷഭൻ തൻ്റെ യോഗശക്തി കൊണ്ട് അവിടെ മഴ പെയ്യിക്കുകയും ചെയ്തു. അനന്തരം പിന്നീട് ആത്മരഥാശയ അഭി നിന്തിരുപടി. ഇവിടെ ഭഗവാന്റെ അംശാവതാരമായ ഋഷഭദേവൻ ബ്രഹ്മനിമഗ്ന ഹൃദയനാണ് എങ്കിലും ഇവിടെ ശരിക്കും ബ്രഹ്മം തന്നെയാണ് ഈ ഋഷഭദേവൻ. ഭഗവാന്റെ അവതാരമാണ്, അംശാവതാരമാണ്. അങ്ങനെയുള്ള ആ സാക്ഷാൽ ബ്രഹ്മം തന്നെയാണ് എങ്കിലും ജിതേന്ദ്രദത്ത ഇവിടെ ജയിക്കപ്പെട്ട ഇന്ദ്രൻ ദത്താം നൽകിയ, ഋഷഭദേവനാൽ ജയിക്കപ്പെട്ട ഇന്ദ്രൻ നൽകിയ, അതായത് ഋഷഭദേവൻ ഇവിടെ ഇന്ദ്രനെ തോൽപ്പിച്ചു. തൻ്റെ രാജ്യത്ത് മഴ പെയ്യിക്കാതിരുന്നപ്പോൾ യോഗശക്തി കൊണ്ട് ഇവിടെ ആ രാജ്യത്ത് മഴ ധാരാളമുള്ളതാക്കി തീർത്തു. അങ്ങനെ ഇന്ദ്രനെ ജയിച്ചു ഇവിടെ ഋഷഭദേവൻ. അങ്ങനെയുള്ള ആ ഋഷഭദേവന് ഇന്ദ്രൻ നൽകിയ കമനീം സുന്ദരിയായ ജയന്തീം, ജയന്തി എന്ന കന്യകയെ ഇന്ദ്രൻ തൻ്റെ പുത്രിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. ഉദ്വഹൻ, ഉദ്വാഹ എന്ന് പറഞ്ഞാൽ വിവാഹം. ഇവിടെ ഉദ്വഹൻ വിവാഹം ചെയ്തിട്ട്, ആ കന്യകയെ വിവാഹം ചെയ്തിട്ട് തത്ര ആ ജയന്തിയിൽ ശതം തനൂജാൻ, ശതം 100 തനൂജാൻ പുത്രന്മാരെ അജീജന ജനിപ്പിച്ചു അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ ഇവിടെ ഋഷഭദേവൻ ദേവേന്ദ്രൻ നൽകിയ തൻ്റെ പുത്രിയായ ജയന്തിയിൽ, ആ ജയന്തി എന്ന ദേവേന്ദ്രന്റെ പുത്രിയെ അദ്ദേഹത്തിന് വിവാഹം ചെയ്തു കൊടുത്തു. ആ ഋഷഭദേവന് ആ ജയന്തിയിൽ 100 പുത്രന്മാര് ഉണ്ടായി. യേഷാം അവരിൽ വെച്ച്, ആ 100 പുത്രന്മാരിൽ വെച്ച് ക്ഷിതീശ രാജാവായ ഭരതനാണ് അഗ്രജന്മ, ജ്യേഷ്ഠനായിരുന്നത്. അതായത് മൂത്ത പുത്രൻ ഭരതനായിരുന്നു. ഭരതൻ പിന്നീട് രാജാവായി രാജ്യം ഭരിച്ചു. ഭരതൻ ഈ അജനാഭം എന്ന രാജ്യം ഭരതൻ ഭരിച്ചു. ആ ഭരതൻ ഭരിച്ചത് കൊണ്ടാണ് നമ്മളുടെ ഈ നാടിന് ഭാരതം എന്ന പേര് ഉണ്ടായത്. അജനാഭം എന്ന് പറഞ്ഞാൽ ആ ഭൂഖണ്ഡം ഭാരതമാണ്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.